ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തുവന്നത്. മെഡിക്കൽ പ്രൊഫഷണലുകളെ കുറിച്ചാണ് ആ വിവരം. 2 ദിവസത്തിനുള്ളിൽ വലിയ ഭീകര ആക്രമണം നടത്താൻ ശ്രമിച്ചതിന് 3 MBBS ഡോക്ടർമാരാണ് പിടിക്കപ്പെട്ടത്. ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനവും ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം പിടിച്ചെടുത്തതും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചു വരികയാണ് ഇപ്പോൾ പോലീസ്. 2900 കിലോ സ്ഫോടക വസ്തുക്കളുമായി 3 ഡോക്ടർമാരടക്കം 8 പേരെയാണ് ഹരിയാന, ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ഡോക്ടർമാരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ ഉൻ നബി എന്ന ആളാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ ഇയാളും കൊല്ലപ്പെട്ടതാണ് വിവരം. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഉമർ ഉൻ നബി പുൽവാമ സ്വദേശിയാണ്. റൈസിൻ എന്ന വിഷം ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾക്കിടെയാണ് ഈ 3 അഭ്യസ്ത വിദ്യരായ ഡോക്ടർമാർ പിടിയിലാവുന്നത്. എന്തുകൊണ്ട് റൈസിൻ? ഈ റൈസിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാനിടയായി. ആ കുറിപ്പാണ് ആരാണ് എഴുതിയത് എന്നെനിക്ക് വിവരം ശേഖരിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ആ വിവരത്തിലുള്ള ആ കുറിപ്പിലുള്ള ചില കാര്യങ്ങൾ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഈ റൈസിൻ എന്ന് പറയുന്നത് ആവണക്കിന്റെ കുരുവിൽ നിന്നാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അതും അതിന്റെ എണ്ണ എടുത്ത ചണ്ടിയിൽ നിന്ന്. ചിലവ് വളരെ കുറവാണത്രേ. വലിയ ക്വാണ്ടിറ്റി വിഷം ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ സാധിക്കുമെന്നതാണ് ആവണക്കിന്റെ പ്രത്യേകത. ഈസിയായി പല രീതിയിൽ പ്രയോഗിക്കാം. ഗ്യാസ് ആയോ, ഭക്ഷണത്തെ കലർത്തിയോ, കുത്തിവെച്ചോ ഒക്കെ ആളെ കൊല്ലാം. നമ്മുടെ ശരീരത്തെ തളിച്ചാൽ പോലും ആളെ കൊല്ലാൻ സാധിക്കും. 36 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുത്താണ് ഈ വിഷം ഒരാളെ കൊല്ലുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു AC ട്രെയിൻ കമ്പാർട്ട്മെന്റിലോ തിയേറ്ററിലോ ഒക്കെ ഈ ഗ്യാസ് തുറന്നുവിട്ട് എല്ലാവരെയും എക്സ്പോസ് ചെയ്ത ശേഷം സുരക്ഷിതമായി അടുത്ത ഒരു സംഘത്തെ ടാർഗറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാം. അവർ അതിനുള്ള ഒരു മുൻകരുതൽ എടുത്താൽ മാത്രം മതിയാകും. അത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഈ ജിഹാദികൾക്ക് റൈസിനോടുള്ള ഏറ്റവും ആകർഷണം ഇതൊന്നുമല്ല എന്നീ കുറിപ്പിൽ പറയുന്നു. അതിന് പ്രതിവിഷം അഥവാ ആന്റിഡോട്ട് ഇല്ല. എന്തുകൊണ്ടാണ് പഠിച്ച ജിഹാദി വർഷങ്ങളായി പരീക്ഷണങ്ങൾ നടത്തി അതേ വിഷം ഉണ്ടാക്കാൻ നോക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ എന്നാണ് ഈ കുറിപ്പിൽ ചോദിക്കുന്നത്. പണ്ടൊക്കെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ജിഹാദി ഡോക്ടർമാർ അവരുടെ അടുത്ത് ചികിത്സയ്ക്കായി വരുന്ന കാഫിറുകൾക്ക് വന്ധ്യംകരണം സംഭവിക്കുന്ന മരുന്നുകളായിരുന്നു അവരറിയാതെ കൊടുത്തിരുന്നത് എന്ന് ഇതിൽ പറയുന്നു. അവിടെ നിന്നൊക്കെ പുരോഗമിച്ചാണ് ജിഹാദികൾ ഇപ്പോൾ ഇവിടം വരെ എത്തിയത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. തങ്ങളെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ വിഡ്ഢികളെ പോലെ കഴിയേണ്ടി വരുന്ന ഗതികെട്ടവനെ വിളിക്കുന്ന പേരായി പോയി ഇന്നു ഹിന്ദു എന്ന ഒരു മെസ്സേജോട് കൂടിയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ഇനി ഡോക്ടർ ഉമറിലേക്ക് വരുമ്പോൾ, ഡോക്ടർ ഉമർ യു നബി ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. നേരത്തെ പിടിയിലായ ഡോക്ടർ അദീലിന്റെ ഏറ്റവും അടുത്ത സഹായിയായിരുന്നു ഉമർ എന്നാണ് വിവരം. ഇവരെ പിടികൂടിയതോടെ പരിഭ്രാന്തിയിലായ ഉമർ ചാവേർ സ്ഫോടനം നടത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഉമറിന്റെ പിതാവ് ഒരു സർക്കാർ അധ്യാപകനായിരുന്നു. മാനസിക പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുൻപ് ജോലി ഉപേക്ഷിച്ചതായും പറയപ്പെടുന്നു. വീട്ടിൽ 2 സഹോദരന്മാരും ഒരു മൂത്ത സഹോദരിയുമുണ്ട്. ഒരു സഹോദരനും സഹോദരിയും വിവാഹിതരാണ്. ഒരു സഹോദരൻ അവിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരെയും അമ്മയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലുകളിലൂടെ രൂപീകരിച്ച തീവ്രവൽക്കരിക്കപ്പെട്ട ഒരു സംഘം മെഡിക്കൽ പ്രൊഫഷണലുകളിൽ ഡോക്ടർ ഉമറും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇവർ ഫരീദാബാദ് മോഡ്യൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഗ്രൂപ്പ് രൂപീകരിച്ചുവെന്നുമാണ് സ്ഥിരീകരണങ്ങൾ. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഉമർ MD മെഡിസിൻ പൂർത്തിയാക്കിയത് എന്ന് വൃത്തങ്ങൾ പറയുന്നു. അതിനുശേഷം GMC അനന്ത്നാഗിൽ സീനിയർ റെസിഡന്റായി ജോലി ചെയ്യുകയും പിന്നീട് ദില്ലിയിലേക്ക് പോവുകയും ചെയ്തു. നിലവിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇത്. ഡോക്ടർമാർ, അതും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആശങ്കകൾ അവസാനിക്കുന്നില്ല. വലിയൊരു റാക്കറ്റ് തന്നെ, ഇവർ ഇപ്പോൾ 8 പേർ, വലിയൊരു റാക്കറ്റ് തന്നെ ഇവരുടെ പിടിയിൽ, ഇവരുടെ പിന്നാലെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജ്യം കടുത്ത നിരീക്ഷണത്തിലാണ്, ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.